ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാധിക്കാത്ത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കുമെന്ന് അനുശാസിച്ചുകൊണ്ടുള്ള സർക്കുലർ സിറോ മലബാർ സഭയുടെ ആസ്ഥാന മണ്ഡലത്തിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ ജോർജ് പുളിക്കൻ ഫേസ്ബുക്കിൽ കുറിച്ചത് വൈറലാവുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്: ഈച്ച ഈശോയുടെ പരാതി പറഞ്ഞു. എല്ലാവരുടെയും ആട്ടും അടിയുമേറ്റ് ഒരു പൊതുശത്രുവായി ജീവിച്ച് ഞങ്ങൾ മടുത്തു. ഈശോ ചോദിച്ചു, അതിനിപ്പോ എന്നാ വേണമെന്നാ? ഈച്ച ചിറകു വിടർത്തി ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യപുത്രനാണല്ലോ നീയും. നിനക്കെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചുകൂടെ? എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാരാ പറഞ്ഞേ? ഉള്ളിലുള്ളത് എന്നാന്ന് വെച്ചാ തെളിച്ചു പറ, ഈശോ ആവശ്യപ്പെട്ടു. ഈച്ച ഇംഗിതം അറിയിച്ചു. നമ്മുടെ പേരുകൾ തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. നിനക്ക് എല്ലായിടത്തു നിന്നും കിട്ടുന്നത് ആരാധന, ഞങ്ങൾക്കാകട്ടെ ആക്രമണവും. നമുക്ക് പരസ്പരം പേരുകൾ വെച്ചു മാറിയാലോ? അതായത് ഇനി മുതൽ നീ ഈശോ, ഞാൻ ഈച്ച, അല്ലേ? ഈശോ സമ്മതിച്ചു. ഈച്ചയുടെ നെകളിപ്പ് കണ്ടപ്പോൾ ഈശോ ചിരിച്ചു. സഹോദര, ഒരു പേരിൽ എന്തിരിക്കുന്നു? ഇത്രകാലം നീ അനുഭവിച്ചതൊക്കെ തന്നെയാണ് എന്റെ ആരാധകരിൽ നിന്നും ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്ക് പറന്നു മാറാനുള്ള കഴിവെങ്കിലുമുണ്ട്. പള്ളിക്കുള്ളിൽ ബന്ദിയാക്കിയാണ് എനിക്ക് നേരെയുള്ള ആക്രമണം. കേട്ട പാതി കേൾക്കാത്ത പാതി ഈച്ച സ്വന്തം പേര് തിരിച്ചെടുത്ത് പറന്നകന്നു. ബലിയർപ്പണത്തിനുള്ള ദിക്കും ദിശയും എങ്ങോട്ടാകണമെന്ന കേവലമായ അന്ധവിശ്വാസത്തിന്റെ പേരിൽ പൗരോഹിത്യം തെരുവിൽ കൊമ്പുകോർക്കുന്ന അതിദയനീയമായ അശ്ലീല കാഴ്ച കാണുമ്പോൾ ആരോടാണ് സഹതപിക്കേണ്ടത്? ഇക്കഥയിലെ ഈച്ചയോടോ അതോ ഈശയോടോ? നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുക്കൾ അവിടെ വെച്ച് അവനുമായി രമ്യപ്പെട്ടിട്ട് വന്നിട്ട് ബലിയർപ്പിക്കുക എന്നൊക്കെയുള്ള ജീവസുറ്റ സുവിശേഷ വചനങ്ങൾ തെരുവിൽ മരിച്ചു വീഴുമ്പോൾ ദൈവവചസ്സുകൾക്ക് പുതിയ നാനാർത്ഥങ്ങളും പര്യായങ്ങളും സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ പരിഹസിച്ചു ചിരിക്കുകയല്ലാതെ എന്തു ചെയ്യാനാണ്? രാഷ്ട്രീയ വൈര്യത്തെക്കാൾ മൂർച്ചയുള്ള പള്ളിവാളുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന വൈദികർക്കിടയിലെ സലോമിമാർ വിശ്വാസികളുടെ തലയർത്ത് വെള്ളിത്താരത്തിൽ വെച്ച് വിലപേശുമ്പോൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന യേശുവിന്റെ ഉഗ്രകോപത്തിന് കൂടുതൽ അർത്ഥപൂർത്തി കൈവരികയാണ്. ബലാത്സംഗ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന തിരുമേനിമാർ പിശാചുബാധിതരെ പോലെ അൾത്താരയിൽ നിന്നും താണ്ഡവ നൃത്തം ചവിട്ടുമ്പോൾ ആ താളത്തിനൊപ്പിച്ച് തപ്പുകൊട്ടുന്ന താഴത്തും മുകളിലുമുള്ള മേജറും മൈനറുമായ മെത്രാന്മാർ. ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ കോടതിയിലെ മുന്നിലാണോ ധാർമ്മികതയുടെ മുന്നിലാണോ സത്യം ഏറ്റുപറയേണ്ടത് എന്നൊരു ആശങ്ക പോലും ഉയർത്തിയില്ല. ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ ബലിയർപ്പണത്തിന്റെ പേരിൽ അൾത്താരയിൽ നിന്നും തിരിഞ്ഞു കളിക്കുന്നവർക്കും മുഖാമുഖം നോക്കി ഗോങ്ക വിളിക്കുന്നവർക്കും ധാർമ്മികതയില്ലേ? ബലിപീഠത്തിൽ നിന്നും കുർബാന ചൊല്ലുന്ന വൈദികനെ തള്ളി മാറ്റുന്ന വിശ്വാസ കിങ്കരന്മാരും അവർക്ക് ഓശാന പാടുന്ന പുരോഹിതപ്പടയും ആരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? കുഞ്ഞാടുകളെ തമ്മിലടുപ്പിച്ച് രക്തം കുടിക്കാൻ ഗൂഢപദ്ധതി തയ്യാറാക്കിയ കുറുക്കന്റെ മനസ്സാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ പേരിൽ തെരുവിൽ നടക്കുന്ന പുതിയ ചവിട്ട് നാടകങ്ങൾ. ബലിപീഠത്തിൽ നിന്നിറങ്ങി വാർത്താ ചാനലുകളുടെ കലിപീഠത്തിൽ കടന്നിരുന്ന് നടത്തുന്ന ജനാഭിമുഖ ഒപ്പീസുകൾ ആർക്കു വേണ്ടിയാണ്? ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ ബലി അവസാനിപ്പിക്കുന്നവർ നാളെയും വരും എന്ന് അന്തിച്ചർച്ച അവതാരങ്ങൾക്ക് ഉറപ്പുകൊടുത്ത് പിരിയുന്ന ആ ആത്മവിശ്വാസം എത്ര വലുതാണ്! ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് മാത്രം തിരിഞ്ഞാലേ കുർബാനയിൽ ദൈവം ആവസിക്കുമെന്ന് ധരിച്ചവശരായവരുടെ വാദപ്രതിവാദങ്ങൾ കേൾക്കുമ്പോൾ പഴയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരമ്മുമ്മ ദുഃഖവെള്ളിയാഴ്ച തങ്കിപ്പള്ളിയിലെ തിരുസ്വരൂപം കാണാൻ പോയി. മുൾമുടിയും മുറിപ്പാടുമായി മഞ്ചലിൽ കിടക്കുന്ന കർത്താവിന്റെ കിടപ്പ് കണ്ടിട്ട് അമ്മുമ്മയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അമ്മുമ്മ പള്ളിക്കുള്ളിൽ രൂപക്കൂട്ടിലുള്ള അന്തോണീസ് പുണ്യവാളന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ പോയി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്റെ പുണ്യാളച്ച, കർത്താവിനെ രക്ഷിക്കണേ. കർത്താവിനേക്കാൾ പുണ്യാളനാണ് പ്രാധാന്യമെന്ന് കരുതുന്ന അമ്മുമ്മയെ പോലെ ദിവ്യബലിയേക്കാൾ പ്രാധാന്യം തിരിഞ്ഞു നിൽക്കുന്ന ദിക്കിനാണെങ്കിൽ അതിലെന്ത് ദൈവികത! കനേഡിയൻ ചിന്തകനായ മാർഷിൻ മക്ലൂഹൻ ലോകം ഒരു വില്ലേജായി ചുരുങ്ങുന്നുവെന്ന പ്രവചനം നടത്തിയിട്ട് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. അന്ന് ഇന്റർനെറ്റൊന്നും ലോകം കണ്ടുപിടിച്ചിരുന്നില്ല എന്നോർക്കണം. ഇന്നിപ്പോൾ ലോകം ഒരു പഞ്ചായത്തും വാർഡും കുടുംബവും ഒക്കെയായി ചുരുങ്ങുന്ന കാലത്താണ് ഒരു കൂട്ടർ കുർബാന ചൊല്ലുന്ന ദിശയുടെ മഹത്വത്തിന്റെ പേരിൽ ഒന്നിച്ചു
കേൾക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിച്ച് രസിപ്പിക്കുന്നത്. ഇതോടൊപ്പം ദൈവശാസ്ത്രപരമല്ലാത്ത മനുഷ്യാസ്ത്രപരമായ ഒരു കൊച്ചു സംശയം കൂടി ചോദിച്ചു പോവുകയാണ്. ജനാഭിമുഖക്കാരുടെ രൂപതയിൽ നിന്നും ജനാഭിമുഖ വിരുദ്ധരുടെ രൂപതയിലേക്ക് കല്യാണം കഴിച്ചു പോകുന്നവർ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കാണേണ്ടത്? അതോ കുർബാന കാണേണ്ടപ്പോഴെല്ലാം കല്യാണത്തിന് മുമ്പ് ജീവിച്ച രൂപതയിൽ തിരിച്ചെത്തണമോ? എന്താണ് തിരുമേനിമാരും അവരുടെ തിരുമുകാരുമൊക്കെ പറഞ്ഞു വെക്കുന്നത്? ചെറിയ തിരമാല വലിയ തിരമാലയോട് പരിഭവം പറയുകയാണ്. നിന്റെ വലുപ്പത്തിൽ എനിക്ക് ലജ്ജ അനുഭവപ്പെടുന്നു. വലിയ തിര അപ്പോൾ പറഞ്ഞു, ചെറിയ തിരയും വലിയ തിരയും എന്നൊന്നുമില്ല, ഉള്ളത് ജലം മാത്രം. ജനാഭിമുഖം അൾത്താരാഭിമുഖം എന്നൊക്കെയുണ്ടോ? ഉള്ളത് കാൽവരിയിലെ ബലിയർപ്പണം മാത്രമാണല്ലോ. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നുവെന്നും അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നുവെന്നുമാണ് വേദപാഠം ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതേ ദൈവത്തെ കാണുന്നതിനാണോ നിങ്ങളെല്ലാം കൂടി വിശ്വാസികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിഞ്ഞു നിർത്തുന്നത്? മാറ്റങ്ങൾ എത്രയോ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. പണ്ടത്തെ തെമ്മാടിക്കുഴികളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ദുർമരണം സംഭവിച്ചവരെല്ലാം അടക്കിയിരുന്ന പഴയ തെമ്മാടിക്കുഴികളല്ലേ ഇപ്പോൾ കല്ലറകളാക്കി ലക്ഷങ്ങൾ വിറ്റ് കാശാക്കി പള്ളിയുടെ വരുമാനം കുന്നുകൂട്ടുന്നത്? മരിച്ചു കഴിഞ്ഞാൽ പോലും ഉള്ളവനും ഇല്ലാത്തവനും എന്ന് വേർതിരിക്കുന്ന ഒരുതരം കച്ചവട ദൈവശാസ്ത്രം. മരിച്ചവന്റെ മക്കളുടെ സാമ്പത്തികത്തിൽ കണ്ണും നട്ട് ശവസംസ്കാരത്തിന് പൊൻകുരിശും വെള്ളിക്കുരിശും മരക്കുരിശും വാടക കച്ചവടത്തിന് വെച്ചിരിക്കുന്ന തരത്തിലുള്ള അനീതികൾ വേറെയും. ഇതൊക്കെയാണല്ലോ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത്. എന്നിട്ട് പോരെ കുർബാനയുടെ പേരിൽ നടത്തുന്ന ഈ ശക്തി പ്രകടനങ്ങളും തെറിവിളികളും ഒക്കെ. ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന യേശുവചനം വിശ്വാസികളോട് ആവർത്തിച്ച് പ്രഘോഷിക്കുന്ന സഭാപിതാക്കന്മാർ തങ്ങളുടെ ഇടയന്മാരായ അച്ഛന്മാരിൽ നിന്നും വഴിയും സത്യവും ജീവനും വീണ്ടെടുക്കാൻ കോടതി വരാന്തകൾ നിരങ്ങി നീങ്ങുന്ന കാഴ്ച എത്രത്തോളം ഗതികെട്ടതാണ്. വിമതരെന്നും വിശുദ്ധരെന്നും സ്വയം വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ തോറ്റ യുദ്ധം നടത്തുന്ന വൈദികരും മണിയടിക്കാരും കുരിശിന്റെ വഴിയിൽ മുഴങ്ങിക്കേട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കേണിടുവിൻ എന്ന ആ വചസ്സുകൾ കൂടി ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. കോടികൾ പിരിച്ചെടുത്ത് പഞ്ചനക്ഷത്ര പള്ളികൾ പണിതുയർത്തുന്നവർ ഇത്തരം മ്യൂസിയങ്ങളിലേക്ക് കയറി നോക്കാൻ നാളെ ഒരു തലമുറ ഉണ്ടാകുമോ എന്നുകൂടി ആലോചിച്ചു നോക്കേണ്ടതാണ്. വിശ്വാസന്ധതയുടെ വാശിപ്പുറത്ത് നിങ്ങൾ ലേലത്തിന് വെച്ചിരിക്കുന്ന അൾത്താരയിൽ തേടി ആക്രി കച്ചവടക്കാർ എത്താതിരിക്കട്ടെ. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനോടൊരു ചോദ്യം, സുഖക്കേടുകളിൽ വെച്ച് ഏറ്റവും നല്ലതേതാണ്? ഉത്തരം അങ്ങനെ ഒന്നില്ലെന്ന് തോന്നുന്നു. രസമുള്ളതാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലുള്ള വരട്ടച്ചൊറി പരീക്ഷിച്ചു നോക്കുക. കുർബാനയുടെ അഭിമുഖത്തിന്റെ പേരിൽ തെരുവിൽ വിഴുപ്പലക്കുന്ന ബിഷപ്പുമാർക്കും പുരോഹിത വർഗത്തിനും പലിശ പ്രമാണിമാർക്കും വരട്ടുചൊറി ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്.